Hello everyone, welcome back to Raj Talks. Balan, director Chidambaram, writer Jitu Madhavan, casting by ഗണപതി, മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം. ഇങ്ങനെ ടെക്നിക്കാലിറ്റിയെ പറ്റി നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ എനിക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഗണപതിക്കാണ്, ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. എന്ത് രസകരമായിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ട ആൾക്കാരെ പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫർസാന നായിക കഥാപാത്രം, ഡെബ്യൂ മൂവി. പുള്ളിക്കാരി ഒരു മോഡലാണെന്ന് ഇവരുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് കേട്ടിരുന്നു. ഇ എന്ത് രസകരമായിട്ടാണ് പുള്ളിക്കാരിയുടെ കണ്ണുകൾ അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ആ ഭക്ഷണം കഴിക്കുന്ന രീതി ത്രൂ ഔട്ട് ആ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്, അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ്. അവരുടെ ഒരു പക്ഷേ ഏറ്റവും വലിയൊരു ക്യാരക്ടർ ആർക്കെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, അതായത് ഒരു ക്യാരക്ടറുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും തിക്ത അനുഭവം, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേട്ടറിവുള്ളവർക്കും അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. പക്ഷേ എന്താ പറയുക, നമ്മളൊരാളെ സ്നേഹിച്ച് അയാളിൽ നിന്ന് ഏറ്റവും മോശം അനുഭവം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന് അതിനുശേഷം അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അത് ഇമ്പാക്റ്റ് ചെയ്യുമെന്നാവുമ്പോൾ ഒരു എക്സ്ട്രീം മെഷറിലേക്ക് പോയി ആ, മറ്റു പല സ്ഥലത്തു നിന്നും നമുക്ക് സ്നേഹം കിട്ടുന്നു. ആ സ്നേഹത്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തുക. അവരുടെ ലൈഫിൽ ഒരുപാട് നന്മകൾ എവിടേക്കോ നമുക്ക് സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അത് സ്നേഹം കണ്ടിട്ട് ആ സ്നേഹത്തിനെ ഭയന്ന് അവർ അവിടുന്ന് ഒളിച്ചോടുന്ന ഒരു മൊമെൻ്റ്, അവരുടെ മകനെയും കൂട്ടി ഒളിച്ചോടുന്ന മൊമെൻ്റ്, അങ്ങനെ രസകരമായിട്ട് ഒരുപാട് ഇമോഷൻസിൽ ക്ലൈമാക്സ് വരെയും അവർക്കിങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ക്യാരക്ടർ ഒരു അമ്മൂമ്മയായിട്ട് ഒരു വീട്ടിലിരുന്ന്, ഫർസാനയുടെ ക്യാരക്ടർ ഒരു അമ്മൂമ്മയായിട്ട് ഒരു വീട്ടിലിരുന്ന് കഥ പറയുന്നൊരു രീതിയുണ്ട്. ആ അമ്മൂമ്മ മനസ്സിലാക്കുന്ന രീതിയുണ്ട്. ആ അമ്മൂമ്മയെ ട്രസ്റ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ട് പറയുന്നതിൽ ചിലപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സിനിമ ബേസിക്കലി ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഒരു മലയാളം സിനിമയുടെ ഒരു നമ്മൾ വേറൊരു ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു മേക്കിങ്. ഇതെല്ലാവരും തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. കാരണം റിവ്യൂ കണ്ട് ഒരു ആസ്വാദനം തിരഞ്ഞെടുത്ത് അങ്ങനെ പോയി തിയേറ്ററിൽ കാണുന്നതല്ല. അത് ഈ സിനിമയോട് കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കും. കാരണം ഈ സിനിമ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ ഇൻ്റലിജൻസിനെ കുറച്ച് കാണുന്നില്ല. ഏറ്റവും ഹൈ ആയി കണ്ട് ഒട്ടും സ്പൂൺ ഫീഡ് ചെയ്യാതെ ഒരുപാട് ഡീറ്റെയിലിങ്ങിലൂടെ ഓ ഓരോ കഥാപാത്രങ്ങളും ഏതൊക്കെയോ ടൈമിൽ, ഏതൊക്കെയോ ഒരു ടൈം ലൈനിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ഗെസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് ടെക്നിക്കൽ ബ്രില്യൻസ് ഉള്ള, സ്ക്രീൻ പ്ലേയിൽ തന്നെ ഒരുപാട് രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ഉം, ഒരു രീതിയാണ്. ഒരു അമ്മയും മകനും 2 ടൈം ലൈനിൽ നോക്കുമ്പോൾ അവർ കടന്നു പോകുന്ന ഒരേ രീതിയിലുള്ള ആൾക്കാര്, അതവരുടെ ഒരു ജീവിതത്തിനെ പരുവപ്പെടുത്തുന്ന രീതി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതില് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ജീൻ പോൾ, സോറി ജോൺ പോൾ, നമ്മുടെ ജൂനിയർ ലാല്, ജോൺ പോൾ, ജീൻ പോൾ, എനിക്ക് കറക്റ്റായിട്ട് ഇതറിയില്ല. പക്ഷേ ജോൺ പോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ആയിക്കോട്ടെ, ഗിരീഷ് ഷെഡിയുടെ കഥാപാത്രം ആയിക്കോട്ടെ, ബീന ആൻ്റണി യോദ്ധയിൽ നമ്മുടെ ലാലേട്ടൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ചതാണ് പുള്ളിക്കാരി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എൻ്റെ ആകെ ഓർമ്മ. സീരിയലിലെ ദുഷ്ടത്തള്ളയായിട്ടുള്ള ഒരു ക്യാരക്ടർ അവരിതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ക്യാരക്ടറൊക്കെ എന്താണെന്ന് വിളിച്ച് പറയാം. പക്ഷേ വാച്ച് ഇറ്റ് അറ്റ് തിയേറ്റേഴ്സ്. ഇത് വെർത്താണ്. ഈ മൂവി വെർത്താണ്. ഇതിന് പക്ഷേ ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം ഒരു പക്ഷേ. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചും ഹൈ ആയിട്ട് എൻഡ് ചെയ്യുന്നൊരു ഫസ്റ്റ് ഹാഫ്, ഇതിനെ എനിക്കങ്ങനെ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എന്ന് വേർതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു സിനിമാറ്റിക് ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഹൈ ആയിട്ട് എൻഡ് ചെയ്യുന്ന, ഭയങ്കര ക്യൂരിയോസിറ്റി തരുന്നൊരു ഫസ്റ്റ് ഹാഫ്. ആ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം നടക്കുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് വേറൊരു രീതിയിൽ തുടങ്ങി. അതിൽ നമുക്ക് തരുന്നൊരു ക്യൂരിയോസിറ്റി, പിന്നെ വേറൊരു കഥാപാത്രവുമായിട്ട്, ടൊവിനോയുടെ ഒരു കഥാപാത്രവുമായിട്ട് ഈ എന്താ പറയുക, ബാലൻ്റെ അമ്മ എന്ത് സംഭവിച്ചു എന്നുള്ള ഞാൻ ഈ പറഞ്ഞ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ടൊവിനോ ആയിട്ടുള്ളൊരു വലിയ ജേർണിയുണ്ട്. അതിൽ ടൊവിനോ വഹിക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ടൊവിനോ. ഇത്തരം കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്ത് ചെയ്ത് അതിൻ്റെ ഒരു സത്ത് മനസ്സിലാക്കാതെ പുള്ളിക്കിത് തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റില്ല. പുള്ളിയുടെ സ്ലാങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ പുള്ളി അതിനൊരു 100% ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ആരും ചെയ്യണം എന്നില്ല. ഇങ്ങനത്തെ ഒരു കഥാപാത്രം ആരും ചെയ്യണം എന്നില്ല. അതാണ് ഈ സിനിമയുടെ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു മികച്ച ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്.
പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഉം, സോറി, വേറെയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും മിസ്സായിട്ടുണ്ടാവാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ജേർണി, ഇതിൻ്റെ ക്ലൈമാക്സ് തരുന്ന ഒരു ഹൈ ഉണ്ട്. ഇതിൻ്റെ ഒരു ഇമോഷണൽ ഹുക്കുണ്ട്. ഓക്കെ, എല്ലാ സിനിമയും ഇമോഷണലി ഹുക്കായാൽ മാത്രമേ നമുക്ക് വർക്കാവുള്ളൂ എന്ന് പറയുന്നതിൽ ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ ഇതിലെ ഒരു ഇമോഷണൽ ഹുക്കും വേറെ ചില സിനിമകളുമായിട്ട് ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ആസ്വാദന നിലവാരം മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 2018 ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2018 എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നടന്നൊരു സംഭവമായതുകൊണ്ട് മാത്രം നമുക്കൊരു ഇമോഷണൽ ഹുക്ക് ആ സിനിമയോട് അല്ലാതെ തന്നെയുണ്ട്. പക്ഷെ അതിനെ കഥാപാത്രങ്ങളെ നമ്മൾ രണ്ടാമത് കാണുമ്പോൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അന്ധനായിട്ട് വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഒരാൾ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ബാലൻ്റെ കാര്യങ്ങൾ, പുള്ളി ഒരു വീട്ടിലകപ്പെടുന്ന കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാണിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഡിസബിലിറ്റി ഉള്ള കുറേ ആൾക്കാരെ, കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ അങ്ങനെ കണക്ട് ചെയ്യുന്നൊരു ഇമോഷനുണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദിസ് മൂവി, ഈ ഇമോഷനെല്ലാം ബേസിക്കലി ഒരു മാനവിക വികാരമാണ്. സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, പക്ഷെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ്, 2 ടൈം ലൈൻ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേരുടെ റീഡിങ്, എനിക്ക് തോന്നുന്നു എനിക്ക് ഈ കിട്ടിയ റീഡിങ് ആയിരിക്കില്ല ചിലപ്പോൾ വേറെ ഒരാൾക്ക് കിട്ടുന്നത്. ടൊവിനോയുടെ ക്യാരക്ടർ മെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനാരിയോയിൽ പുള്ളി പറയുന്നൊരു ഡയലോഗുണ്ട്. പെറ്റമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞിട്ട് പോകുന്ന ഡയലോഗുണ്ട്. ഒരു അമ്മുമ്മ കഥാപാത്രം ഇതിനകത്ത് പൊളിച്ചെടുക്കുന്നൊരു രീതിയുണ്ട്. അവർക്ക് കിട്ടാത്ത സ്നേഹം, അവരാഗ്രഹിച്ചൊരു സംഭവം, അവരുടെ എത്തിക്സ്, അങ്ങനെ ഒരുപാട്, ഇതെല്ലാം ബേസിക്കലി ഒരു എന്താ പറയുക, നമുക്ക് കിട്ടേണ്ട കെയറും സ്നേഹവും അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ബേസിക് വികാരമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ബേസിക് വികാരത്തിൻ്റെ എന്താ പറയുക, അത് ആ മിസ്സിങ്ങിൽ നിന്നുണ്ടാവുന്ന ഒരുപാട് സംഭവമാണ് ഈ സിനിമ. ആകെ മൊത്തത്തിൽ തിയേറ്റർ കാഴ്ചയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 100-ൽ 100 മാർക്ക് കൊടുക്കാവുന്ന, ഒരുപാട് ചർച്ചകൾക്ക് ഇനിയും വിധേയമാകുന്ന C5 ആണ് OTT പ്ലാറ്റ്ഫോം. സോ C5-ൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്രില്യൻസ് ഒക്കെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എടുത്ത് എന്താ പറയുക, സ്നിപ്പ് ചെയ്ത് അതിനെ ഒരു വലിയ ഡിസ്കഷൻ ആവട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന, വേൾഡ് ലെവലിൽ ഈ സിനിമ നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ ഇമ്പാക്റ്റ് ചെയ്ത സിനിമ. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു പേര് തന്നെയാണ് ശ്രീ പ്രിയദർശൻ. അദ്ദേഹവുമായിട്ട് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ വേദിയിൽ ചിദംബരം പങ്കിടുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് കണ്ട ഏറ്റവും മികച്ച ചിത്രമാണ് ബാലൻ. അത് ചിലർ അങ്ങനെയാണ്, ചിലർക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു ഇമ്പാക്റ്റ് വെച്ചിട്ടല്ല ഞാൻ ഈ സിനിമയെ വിലയിരുത്തിയത്. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ സിനിമയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പക്ഷേ ശ്രീ പ്രിയദർശൻ പറഞ്ഞതിൽ നിന്നും 10 മടങ്ങ് ഇരട്ടി ഈ പടം ഇഷ്ടപ്പെട്ടു. ഇതേ പ്രിയദർശൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂഡൽഹി കണ്ടിട്ട് ആദ്യം പറയുന്ന വ്യക്തി. ഒരു പക്ഷേ സിനിമ പുറത്തു വരുന്നതിന് മുമ്പ് പ്രിവ്യൂ ഷോ കണ്ടതിന് ശേഷം പ്രിയദർശനാണ് പറയുന്നത്, മമ്മൂട്ടി ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട്, അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ പ്രിയദർശൻ പറഞ്ഞത്. അപ്പോൾ അതേ പ്രിയദർശൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിലെ ഒരു വലിയ ഭാഗമാവുന്ന സിനിമയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക.